കേക്ക് ഹെൽത്തി ആണെങ്കിൽ ക്രീമും ഹെൽത്തി ആയിരിക്കണ്ടേ അല്ലേ? അപ്പം നമുക്കിന്ന് ഒരു ഹെൽത്തി വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീട്ടിൽ തന്നെ. ആദ്യം തന്നെ ഒരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്ത് ഇതുപോലെ ഉടച്ചിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് 1/2 കപ്പ് പാലും ആവശ്യത്തിന് പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 2 സ്പൂൺ കൊക്കോ പൗഡറും 2 സ്പൂൺ ആട്ട പൗഡറും കൂടെ മിക്സ് ചെയ്തതും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. കട്ടകളില്ലാതെ വേണം നമുക്ക് കിട്ടാൻ. നമ്മൾ മിക്സ് ചെയ്തിട്ട് കട്ടകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചെയ്തത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വേണ്ട, ഇതുപോലെ കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുക്കാം. ഇനി നേരത്തെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച നമ്മുടെ ബട്ടർ എടുത്ത് നന്നായിട്ട് ഫ്ലഫി ആവുന്നതുവരെ ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചോക്ലേറ്റ് ഗനാഷയും കൂടി ചേർത്തിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ബീറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് ഇതൊരു ഐസിങ് ബാഗിലേക്ക്, ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഹെൽത്തി കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫൈനൽ ഫോട്ടോ. ഓക്കെ, ബൈ.